ഒമാനിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമ ഭേദഗതികൾ നിലവിൽ വന്നു. ലക്ഷ്യം വ്യാപാരികളിൽ നിന്നുണ്ടാവുന്ന നഷ്ടത്തിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് സംരക്ഷണം ഉറപ്പാക്കുക. നിലവിലെ നിയമത്തിലെ പോരായ്മകൾ നികത്തും. മലയാളി കുടുംബത്തെ വിമാനത്താവളത്തിൽ തടഞ്ഞതായി പരാതി. ദോഹയിലേക്ക് തിരിച്ച മലയാളി യുവതിയെയും കുട്ടികളെയും തിരിച്ചയച്ചത് പാസ്പോർട്ട് വ്യക്തമല്ലെന്ന കാരണം പറഞ്ഞ് ഇമിഗ്രേഷൻ വിഭാഗത്തിൽ നിന്ന് കടുത്ത മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നുവെന്നും യുവതി. താനൂരിലെ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ വ്യാപക പ്രതിഷേധം. നരനായാട്ടിന് സർക്കാരിന്റെ പിന്തുണയെന്ന് പ്രതിപക്ഷം. നിയമസഭയിൽ വാക്കൌട്ട്. പോലീസ് നിഷ്പക്ഷമെന്ന് മുഖ്യമന്ത്രി. നടപടി വേണമെന്ന് CPM CPI ജില്ലാ നേതൃത്വങ്ങൾ. ഭീതിയൊഴിയാതെ താനൂർ. വനിതാ പോലീസില്ലാതെ സ്ത്രീകളെ നേരിട്ടെന്നും ആക്ഷേപം. മലപ്പുറത്തെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി നാളെ. അന്തിമ തീരുമാനം നാളെയുണ്ടാകുമെന്ന് KPA മജീദ്. തീരുമാനത്തിൽ ഉമ്മൻചാണ്ടി ഇടപെട്ടിട്ടില്ല. ഇടത് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ CPM സെക്രട്ടേറിയറ്റ് വെള്ളിയാഴ്ച. ഒമാനിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പുതിയ മുഖം നൽകുന്ന എക്സിക്യൂട്ടീവ് നിയമ ഭേദഗതികൾ തിങ്കളാഴ്ച മുതൽ നിലവിൽ വന്നു. 2 വർഷം മുമ്പ് നിലവിൽ വന്ന ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ പോരായ്മകൾ നികത്തുന്നതിന്റെ ഭാഗമായാണ് ഭേദഗതി. വ്യാപാരികളുടെയോ വിതരണക്കാരുടെയോ അശ്രദ്ധ മൂലമോ ഉണ്ടാകുന്ന നഷ്ടത്തിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് സംരക്ഷണം നൽകുകയാണ് ഭേദഗതി ലക്ഷ്യമിടുന്നത്. ഇതോടൊപ്പം വ്യാപാരികളെ നിയമലംഘനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പ്രേരിപ്പിക്കുകയും ശരിയായ രീതിയിലാണ് കച്ചവടം നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഇതിലുണ്ട്. വെബ്സൈറ്റുകളടക്കം ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകളിലൂടെ സാധനങ്ങൾ വാങ്ങുന്നതിനും മാറ്റി നൽകുന്നതുമായി ബന്ധപ്പെട്ട നിയമാവലി ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉൽപ്പന്നത്തിന്റെ ഘടനയ്ക്കോ അതിന്റെ ഉറപ്പിനോ മാറ്റം വരുന്ന വിധത്തിൽ പൊരുത്തമില്ലാത്ത വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ അത് മായം ചേർന്നതാണെന്ന് ഇനി മുതൽ കണക്കാക്കും. ഉൽപ്പന്നത്തിൽ എന്തെല്ലാമാണ് അടങ്ങിയിരിക്കുന്നതെന്നും എവിടെയാണ് ഉൽപ്പാദിപ്പിച്ചത് എന്നതടക്കം വിവരങ്ങളടങ്ങിയ ലേബൽ നിർബന്ധമായും പതിച്ചിരിക്കണമെന്ന ഭേദഗതി നിർദ്ദേശിക്കുന്നു. തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി പരസ്യം ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞതും ഉപയോഗത്തിന് പറ്റാത്തതുമായ ഉൽപ്പന്നങ്ങൾക്കൊപ്പം അഴുക്കുപുരണ്ടവയുടെ വിപണനവും അനുവദനീയമല്ല. ഒരു ഉൽപ്പന്നം തിരികെ നൽകുന്നതിനും കേടുവന്നവ മാറ്റിവാങ്ങുന്നതിനുമുള്ള ഉപഭോക്താവിന്റെ അവകാശവും നിയമഭേദഗതി ഉറപ്പാക്കുന്നുണ്ട്. വാങ്ങിയ ശേഷമോ അല്ലെങ്കിൽ കൈവശം ലഭിച്ച ശേഷമോ 15 ദിവസത്തിനുള്ളിൽ ഉപഭോക്താവിന് സാധനം തിരികെ നൽകാം. നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷയിലും മാറ്റം വന്നിട്ടുണ്ട്. 1 വർഷം മുതൽ 2 വർഷം വരെ തടവ് ശിക്ഷയും 2000 റിയാൽ വരെ പിഴയുമാണ് ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നത്. മീഡിയ 1 മസ്കത്ത്. കാലാവസ്ഥാ മാറ്റം അറിയിച്ച് സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത പൊടിക്കാറ്റ്. ഇതോടൊപ്പം നേരിയ മഴയും പെയ്തു. ദമാം, അൽഖോബാർ, ജുബൈൽ, ഹഫറുൽ ബാത്തിൻ എന്നിവിടങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റാണ് വീശിയടിച്ചത്. ശൈത്യകാലം പിൻവാങ്ങി വേനൽക്കാലത്തിന്റെ മുന്നോടിയായാണ് പൊടിക്കാറ്റിന്റെ വരവ്. ദമാമിലെ സെക്കൻഡ് ഇൻഡസ്ട്രിയൽ സിറ്റിയിലും അൽഖോബാറിലുമടക്കം ചിലയിടങ്ങളിൽ നേരിയ മഴ ലഭിച്ചു. ഹഫറുൽ ബാത്തിനിൽ 2 ദിവസമായി തുടരുന്ന പൊടിക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിച്ചു. ഇതേ തുടർന്ന് 5000-ഓളം പേരാണ് ചികിത്സ തേടി ആശുപത്രിയിലെത്തിയത്. വീശിയടിച്ച പൊടിക്കാറ്റിൽ കാഴ്ച നഷ്ടപ്പെട്ട് പലയിടത്തും വാഹനാപകടങ്ങളുമുണ്ടായി. ദമാം, അൽഖോബാർ, ജുബൈൽ എന്നിവിടങ്ങളിലും ശക്തമായ പൊടിക്കാറ്റാണ് വീശിയടിച്ചത്. പുറം തൊഴിൽ ചെയ്യുന്നവരെയും യാത്രക്കാരെയുമാണ് പൊടിക്കാറ്റ് ഏറെ വലച്ചത്. നിർമ്മാണ മേഖലയിലും വ്യവസായ പ്രദേശത്തുമാണ് പൊടിക്കാറ്റ് ജോലി തടസ്സപ്പെടുത്തിയത്. ചിലയിടങ്ങളിൽ ജോലി ഭാഗികമായി നിർത്തിവെച്ചു. വാഹനം നിരത്തിലിറക്കുന്നവർ കൃത്യമായ അകലം പാലിച്ചും സുരക്ഷ ഉറപ്പാക്കിയും മാത്രമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂവെന്നും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വരും ദിവസങ്ങളിലും പൊടിക്കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മുഹമ്മദ് ഷെരീഫ്, മീഡിയ 1, ദമാം. ദോഹയിലേക്ക് യാത്ര തിരിച്ച കാസർഗോഡ് സ്വദേശിയായ യുവതിയെയും 3 മക്കളെയും മംഗലാപുരം വിമാനത്താവളത്തിൽ നിന്ന് മടക്കി അയച്ചു. പാസ്പോർട്ട് വ്യക്തമല്ലെന്ന കാരണം പറഞ്ഞാണ് കാസർഗോഡ് മഞ്ചേശ്വരം സ്വദേശികളായ കുടുംബത്തെ തിരിച്ചയച്ചത്. 1.5 ലക്ഷം രൂപയുടെ നഷ്ടം സഹിച്ച കുടുംബം പിന്നീട് ഇതേ പാസ്പോർട്ടിൽ കോഴിക്കോട് വഴിയാണ് ദോഹയിലെത്തിയത്. ഇമിഗ്രേഷൻ വിഭാഗത്തിൽ നിന്ന് ഏറ്റത് കടുത്ത മാനസിക പീഡനമാണെന്ന് യുവതി മീഡിയ 1-നോട് പറഞ്ഞു. ഖത്തറിൽ പ്രവാസിയായി കഴിയുന്ന മഞ്ചേശ്വരം കുഞ്ചത്തൂർ സ്വദേശി അബ്ദുൽ ഖാദറിന്റെ ഭാര്യ ആയിഷയെയും 3 മക്കളെയുമാണ് മംഗലാപുരം വിമാനത്താവളത്തിൽ നിന്ന് പാസ്പോർട്ട് വ്യക്തമല്ലെന്ന കാരണം പറഞ്ഞ് തിരിച്ചയച്ചത്. എന്നാൽ എമിഗ്രേഷനിൽ ഏൽപ്പിക്കുമ്പോൾ പാസ്പോർട്ടിന് പ്രശ്നമുണ്ടായിരുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം തങ്ങളുടെ യാത്ര മുടക്കുകയായിരുന്നുവെന്നും യുവതി മീഡിയ 1-നോട് പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇത്ര പാസ്പോർട്ട് ഡാമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചെറുതായിട്ടൊന്നും ഉണ്ടായിരുന്നു. അവർ മൊത്തത്തിൽ കീറിക്ക് പറഞ്ഞതാ നിങ്ങൾക്ക് പോകാൻ പറ്റൂല. പിന്നീട് ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടിനായി പാസ്പോർട്ട് ഓഫീസിൽ ചെന്നെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ പാസ്പോർട്ട് ഒട്ടിച്ചു നൽകുകയായിരുന്നു. അതേ പാസ്പോർട്ടിൽ തന്നെ 2 ദിവസത്തിനകം കുടുംബം കോഴിക്കോട് വിമാനത്താവളം വഴി ദോഹയിലെത്തുകയും ചെയ്തു. മംഗലാപുരം വിമാനത്താവളത്തിൽ നിന്നേറ്റ മാനസിക പീഡനത്തിന് പുറമെ 1.5 ലക്ഷം രൂപയുടെ നഷ്ടവും ഈ കുടുംബത്തിനുണ്ടായി. ഖത്തറിലേക്ക് എടുത്ത 55,000 രൂപയുടെ ടിക്കറ്റ് അത് ക്യാൻസലായപ്പോൾ രണ്ടാമത് കോഴിക്കോട് നിന്ന് ഖത്തർ ജെറ്റ് എയർവേസിലാണ് വന്നത്. അതിനും ഒരു 50-55,000 രൂപ ചിലവായി. പിന്നെ റിട്ടേൺ പെർമിറ്റ് അത് ഒരാൾക്ക് 500 രൂപേൻ്റെ റിയാൽ പോകണമെങ്കിൽ 4 പേർക്ക്
2000 റിയാൽ അങ്ങനെ നഷ്ടമായി. ടോട്ടൽ കണക്ക് പിടിക്കാൻ ഒരു 1.5 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ചിലവായി. പക്ഷെ അതിനേക്കാൾ നമുക്ക് വിഷം, നമ്മളെ ടെൻഷനും, നമ്മളെ എന്ത് പറയുക, അങ്ങനെയാണ് ഞാൻ ആകെ തളർന്നു പോയി ഈ ഒരു വിഷയത്തിൽ. ചെറിയ 3 മക്കളുമായി യാത്രക്കെത്തിയ യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന ഭർത്തൃ സഹോദരൻ അബു താഹിറിനെയും വിമാനത്താവള ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായി കുടുംബം ആരോപിച്ചു. മംഗലാപുരം വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്ന മലയാളി പ്രവാസി കുടുംബങ്ങൾക്ക് ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാവുന്നത് ആദ്യമല്ല. ഇനിയെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാനാണ് അധികൃതർ ശ്രദ്ധിക്കേണ്ടത്. ദോഹയിൽ നിന്ന് മുജീബ് റഹ്മാൻ, മീഡിയ 1. കുവൈത്തിൽ ജനസംഖ്യാ സന്തുലനം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർലമെന്ററി കാര്യ മന്ത്രാലയം 12 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. മന്ത്രാലയത്തിലെ ഗവേഷണ വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് വിദേശി സ്വദേശി എണ്ണത്തിലെ അസന്തുലിതത്വം ഇല്ലാതാക്കുന്നതിനായുള്ള 12 നിർദ്ദേശങ്ങളുള്ളത്. വിദേശികളുടെ എണ്ണം വർദ്ധിക്കുന്നത് രാജ്യത്തെ സ്വദേശി സമൂഹത്തിന് പലതരത്തിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് വിലയിരുത്തിയാണ് പാർലമെന്ററി കാര്യ മന്ത്രാലയത്തിലെ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത്. രാജ്യപുരോഗതിക്കും വികസനത്തിനും തടസ്സം നിൽക്കാത്ത രീതിയിൽ വിദേശികളുടെ എണ്ണം കുറക്കണമെന്നാണ് റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നത്. തൊഴിൽ വിപണിയിൽ ആവശ്യമായ വിദേശികളുടെ എണ്ണം കൃത്യമായി നിർണ്ണയിക്കുക, വിസ കച്ചവടം നടത്തുന്ന വ്യാജ കമ്പനികൾ കണ്ടെത്തി നിയമ നടപടികൾ സ്വീകരിക്കുക, തൊഴിൽ വൈദഗ്ധ്യമില്ലാത്ത വിദേശികളെ തിരിച്ചയക്കുക, ഇഖാമ കാലാവധി കഴിഞ്ഞ വിദേശികൾക്ക് യാത്രാവിലക്കുണ്ടെങ്കിൽ അവ നീക്കി തിരിച്ചുപോക്കിന് വഴിയൊരുക്കുക, തൊഴിൽ വിപണിയുടെ ആവശ്യത്തിനനുസരിച്ച് പാഠ്യപദ്ധതികൾ പരിഷ്കരിക്കുക, പൗരത്വരഹിതരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക, സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കുക, തൊഴിലധിഷ്ഠിത കോഴ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഹൈസ്കൂൾ പഠനത്തിനു ശേഷം സ്വദേശി വിദ്യാർത്ഥികളെ ഇത്തരം കോഴ്സുകളിൽ ചേരാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, ഗാർഹിക മേഖലയിലേക്കുള്ള അനിയന്ത്രിത റിക്രൂട്ട്മെന്റ് തടയുക, സ്വകാര്യ മേഖലയിലെ വിദേശി നിയമനങ്ങൾ അവസാനിപ്പിക്കുന്നതിനായി സമയപരിധി നിശ്ചയിക്കുക, ഗവൺമെന്റ് കരാർ ജോലികൾക്കായി എത്തുന്ന വിദേശികളെ സ്വകാര്യ തൊഴിൽ മേഖലയിലേക്ക് വിസമാറാൻ അനുവദിക്കാതിരിക്കുക എന്നിവയാണ് 12 നിർദ്ദേശങ്ങൾ. തൊഴിൽ, സാമൂഹ്യക്ഷേമം, ആസൂത്രണം, വിദ്യാഭ്യാസം, ആഭ്യന്തരം എന്നീ മന്ത്രാലയങ്ങളുടെ കൂടിയാലോചനയിലൂടെ ജനസംഖ്യാ സന്തുലനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണമെന്നും പഠനസമിതി ശുപാർശ ചെയ്തു. നിർദ്ദേശങ്ങൾ വൈകാതെ തന്നെ പാർലമെന്റിൽ ചർച്ചയ്ക്കെത്തുമെന്നാണ് മന്ത്രിസഭാ വൃത്തങ്ങൾ നൽകുന്ന സൂചന. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഫേസ്ബുക്കിലൂടെ അപകീർത്തി പ്രചാരണം നടത്തിയ മലയാളി യുവാവിന് ദുബായ് കോടതി 45 ലക്ഷത്തോളം രൂപ പിഴ വിധിച്ചു. ഇയാളെ നാടുകടത്താനും കോടതി ഉത്തരവിട്ടു. പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പിന്റെ ഉടമകൾക്കെതിരെയായിരുന്നു ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. തൃശൂർ ഏങ്ങണ്ടിയൂർ സ്വദേശി ബിനീഷ് പി മുരുകനെതിരെയാണ് ദുബായ് പ്രാഥമിക കോടതിയുടെ വിധി. പ്രമുഖ ജ്വല്ലറി സ്ഥാപനമായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ദുബായ് ഷോറൂമിൽ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനം കേക്ക് മുറിച്ച് ആഘോഷിച്ചെന്നാണ് ഇയാൾ ഫേസ്ബുക്കിൽ വ്യാജ പ്രചരണം നടത്തിയത്. മലബാർ ഗോൾഡിന്റെ മുൻ ജീവനക്കാരൻ കൂടിയാണ് ബിനീഷ്. UAE-യിലെ മറ്റൊരു സ്ഥാപനത്തിൽ നടന്ന ആഘോഷത്തിന്റെ ചിത്രം തങ്ങൾക്കെതിരെ പ്രചാരണത്തിനുപയോഗിച്ചു എന്ന ജ്വല്ലറി ഉടമയുടെ പരാതിയിൽ ബിനീഷിനെ ദുബായ് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതി കുറ്റം സമ്മതിച്ച് രേഖാമൂലം മാപ്പപേക്ഷിച്ചതിനാൽ മാനനഷ്ടക്കേസ് ജ്വല്ലറി പിൻവലിച്ചിരുന്നതായി MD ഷംലാൽ അഹമ്മദ് പറഞ്ഞു. എന്നാൽ ദുബൈയിലെ പബ്ലിക് പ്രോസിക്യൂഷൻ സൈബർ കുറ്റകൃത്യമെന്ന നിലയിൽ പ്രതിക്കെതിരെ കോടതിയെ സമീപിച്ചു. ഇതേ തുടർന്നാണ് 2.5 ലക്ഷം ദിർഹം പിഴയടയ്ക്കാനും ഇയാളെ നാടുകടത്താനും വിധിയുണ്ടായത്. സോഷ്യൽ മീഡിയ വഴി അപകീർത്തികരമായ പ്രചാരണം നടത്തുന്നത് UAE-യിൽ ഗൗരവമേറിയ കുറ്റകൃത്യമാണ്. മീഡിയ 1, ദുബായ്. സൗദി പാസ്പോർട്ട് വിഭാഗത്തിന്റെ 95% ജോലിയും ഓൺലൈൻ വഴിയാകുന്നു. എന്നാൽ സൗദിയിൽ ജനിച്ച വിദേശികളുടെ മക്കൾക്ക് താമസരേഖ സ്വന്തമാക്കുന്നതിന് രക്ഷിതാവ് നേരിട്ട് പാസ്പോർട്ട് ഓഫീസിൽ ഹാജരാകണം. ആശുപത്രിയിൽ നിന്നും നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് ഓൺലൈൻ വഴി ജവാസാത്തിലെത്തിയതിനു ശേഷമാണ് രക്ഷിതാവ് ഹാജരാവേണ്ടതെന്ന് ജവാസാത്ത് ഉപമേധാവി ഖാലിദ് അൽ സൈമാൻ പറഞ്ഞു. പൗരത്വമാറ്റം, മതമാറ്റം തുടങ്ങിയവ ഇഖാമയിൽ നിന്ന് മാറ്റുന്നതിനും കക്ഷികൾ നേരിട്ട് ജവാസാത്ത് ഓഫീസിൽ ഹാജരാകണം. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകളിൽ നിന്ന് മതിയായ രേഖകളുമായാണ് ജവാസാത്തിനെ സമീപിക്കേണ്ടത്. ഇത്തരം സേവനങ്ങൾ ഒഴിച്ചുള്ള എല്ലാ നടപടികളും ഓൺലൈൻ വഴി ലഭ്യമാകും. വിമാന കമ്പനികൾക്കും എംബസികൾക്കും ഇഖാമ കാലാവധിയും റീ എൻട്രിയും പരിശോധിക്കാനുള്ള സംവിധാനം ഓൺലൈൻ വഴി ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. സൗദി തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയത്തിൽ വനിതാ സഹമന്ത്രിയെ നിയമിക്കണമെന്ന് ഷൂറ കൗൺസിലിലെ 3 അംഗങ്ങൾ ആവശ്യപ്പെട്ടു. തൊഴിൽ കാര്യങ്ങൾക്ക് പുറമെ സാമൂഹ്യക്ഷേമം കൂടി കൈകാര്യം ചെയ്യുന്നതിനാൽ സ്ത്രീകളുടെയും കുടുംബങ്ങളുടെയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ വനിതാ സഹമന്ത്രി അനിവാര്യമാണ്. മുമ്പ് തൊഴിലും സാമൂഹ്യക്ഷേമവും 2 വ്യത്യസ്ത മന്ത്രാലയങ്ങളായിരുന്നത് സംയോജിപ്പിച്ച സാഹചര്യത്തിൽ വനിതാ സഹമന്ത്രിക്ക് കൂടുതൽ പ്രസക്തിയുണ്ട്. ഡോക്ടർ ലത്തീഫ ഷലാൻ, ഡോക്ടർ മൗദ അൽ ഖലഫ്, അസാഫ് അബു സുനൈനൻ എന്നിവരാണ് നിലപാട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ 58 വർഷത്തിനിടയ്ക്ക് ഈ 2 വകുപ്പുകളും പലതവണ കൂട്ടിയോജിപ്പിക്കുകയും വേർതിരിച്ച് 2 മന്ത്രാലയങ്ങളാക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹ്റൈൻ കിരീടാവകാശി സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ UAE-യിലെത്തി. പ്രസിഡൻഷ്യൽ വിമാനത്താവളത്തിൽ അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അദ്ദേഹത്തിന് ഊഷ്മള വരവേൽപ്പ് നൽകി. ആചാര വെടിമുഴക്കിയാണ് കിരീടാവകാശിയെയും പ്രതിനിധി സംഘത്തെയും സ്വീകരിച്ചത്. സഹോദര രാഷ്ട്രങ്ങളായ UAE-യും ബഹ്റൈനും തമ്മിലെ ബന്ധം ശക്തമാക്കാനാണ് സന്ദർശനമെന്ന് അധികൃതർ അറിയിച്ചു.
നിരവധി അപകടങ്ങളെ തുടർന്ന് രാവിലെ ദുബൈയിലും അബുദാബിയിലും കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ഷാർജയ്ക്കും ദുബൈക്കും ഇടയിലെ പ്രധാന പാതകളിലെല്ലാം വളരെ സാവധാനം മാത്രമാണ് വാഹനങ്ങൾ നീങ്ങിയത്. ഇതുകാരണം വാഹനയാത്രക്കാർ ശരിക്കും പ്രയാസപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ദുബൈ റാസൽകോർ റോഡിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിന് സമീപമുണ്ടായ അപകടം ദീർഘനേരം ഗതാഗത തടസ്സത്തിന് ഇടയാക്കി. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ ഷാർജ നാഷണൽ പെയിന്റ്സ് റൗണ്ട് അബൌട്ടിൽ നിന്ന് മിർദിഫ് സിറ്റി സെന്റർ വരെ വാഹനങ്ങളുടെ നീണ്ട വരിയാണ് രൂപപ്പെട്ടത്. ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള ദുബൈ ഷാർജ ടോൾ റോഡിലും കുറഞ്ഞ വേഗതയിൽ മാത്രമാണ് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിച്ചത്. ഷെയ്ഖ് സായിദ് റോഡിൽ DIFCക്ക് സമീപം അബുദാബി ഭാഗത്തേക്കും കനത്ത ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. ഷെയ്ഖ് സായിദ് റോഡിൽ സഫ പാർക്കിനും എമിറേറ്റ്സ് മാളിനുമിടയിൽ ഇരുഭാഗത്തേക്കും ഗതാഗത തടസ്സം നേരിട്ടു. ദുബൈ അല്ലൈൻ റോഡിൽ ലിവാൻ മുതൽ നാദൽ ഷെബ വരെയും ഗതാഗതക്കുരുക്ക് നീണ്ടുനിന്നു. ഈ ഭാഗത്ത് സംഭവിച്ച ഒരു അപകടം കാരണമായിരുന്നു ഇതെന്ന് പോലീസ് അറിയിച്ചു. അബുദാബിയിലെ ഷഹാമ റോഡിൽ ഈസ്റ്റേൺ മാൻഗ്രോവ്സിലും അബുദാബി അല്ലൈൻ റോഡിൽ പെട്രോളിയം ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപവും വൻ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. മീഡിയ 1 ദുബൈ. വിദേശികൾക്ക് മെഡിക്കൽ സേവന ഫീസ് വർദ്ധിപ്പിക്കണമെന്ന് അനുശാസിക്കുന്ന ഉത്തരവിൽ ഒപ്പുവച്ചിട്ടില്ലെന്ന് കുവൈത്ത് ആരോഗ്യമന്ത്രി ഡോക്ടർ ജമാൽ അൽ ഹർബി വ്യക്തമാക്കി. സർക്കാർ ആശുപത്രികളിൽ വിദേശികൾക്കുള്ള ഫീസ് വർധന പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചതിനെ തുടർന്നാണ് മന്ത്രിയുടെ വിശദീകരണം. നാഷണൽ അസംബ്ലിയിലെ ആരോഗ്യ സമിതി തയ്യാറാക്കിയ പരിഷ്കരണ റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ ആരോഗ്യ സേവന നിരക്ക് പരിഷ്കരണം സംബന്ധിച്ച അന്തിമ തീരുമാനമെടുക്കൂ എന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഏതു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം മെഡിക്കൽ സേവന ഫീസ് വർധന നടപ്പാക്കേണ്ടതെന്നും ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയിലൂടെ തീരുമാനമാകുമെന്നും ഡോക്ടർ ജമാൽ അൽ ഹർബി കൂട്ടിച്ചേർത്തു. കോട്ടയം ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈത്ത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു. അബ്ബാസിയ ഇന്ത്യൻ ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ നടന്ന കോട്ടയം ഫെസ്റ്റ് 2017 ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ ഉദ്ഘാടനം ചെയ്തു. പൂഞ്ഞാർ MLA PC ജോർജായിരുന്നു കോട്ടയം ഫെസ്റ്റിലെ മുഖ്യാതിഥി. കോട്ടയം ജില്ലയിലെ നിർധനരായ വിദ്യാർത്ഥികളുടെ പഠന ചെലവ് ഏറ്റെടുക്കുന്ന കനിവ് പദ്ധതിയുടെ പ്രഖ്യാപനം PC ജോർജ് നിർവഹിച്ചു. നമ്മൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട ആശയം പോസിറ്റീവ് എനർജിയാണ്. പ്രസിഡന്റ് അനൂപ് സോമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രമുഖ ഫുട്ബോൾ കമന്റേറ്റർ ഷൈജു ദാമോദരൻ, രാജു ഭാസ്കർ, ജോസ് വർഗീസ്, ജയകൃഷ്ണൻ നായർ, ഹംസ പയ്യന്നൂർ, ആന്റണി മാർട്ടിൻ എന്നിവർ ആശംസകൾ നേർന്നു. വിശിഷ്ട വ്യക്തികൾക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് പന്തളം ബാലൻ, രാധിക നാരായണൻ എന്നിവർ അവതരിപ്പിച്ച ഗാനസന്ധ്യ അരങ്ങേറി. സിബിച്ചൻ മാളിയേക്കൽ, അനീഷ് നായർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ദമാം ഇന്ത്യൻ സ്കൂളിൽ വിദ്യാർത്ഥി പ്രവേശനം നറുക്കെടുപ്പിലൂടെയാക്കുന്നു. പരിമിതമായ സീറ്റുകളിലേക്കാണ് ഇത്തവണ പ്രവേശനം നൽകുക. മാർച്ച് 18 ശനിയാഴ്ചയായിരിക്കും നറുക്കെടുപ്പ് നടക്കുക. 40% സീറ്റുകൾ നിലവിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ സഹോദരങ്ങൾക്കും ബാക്കി 60% പുതിയ കുട്ടികൾക്കുമായാണ് നീക്കിവച്ചിട്ടുള്ളത്. അതേസമയം 3 മുതൽ 11ാം ക്ലാസ് വരെ പ്രവേശന പരീക്ഷയുടെ ഫലത്തിനനുസരിച്ചാണ് അഡ്മിഷൻ നടത്തുക. മാർച്ച് 23-നാണ് പ്രവേശന പരീക്ഷ നടക്കുകയെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. ഒമാനിലെ ദോഫ ട്രാവൽസ് പ്രവാസി യാത്രക്കാർക്കായി നൈറ്റ് പ്രിവിലേജ് ക്ലബ് എന്ന പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചു. തവണകളായി പണമടച്ച് ക്ലബ്ബിൽ അംഗങ്ങളാകുന്നവർക്ക് നിരക്കിളവുകൾ ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങളാണ് ട്രാവൽസ് നൽകുന്നത്. ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുമതിയോടെ ഒമാനിൽ ആദ്യമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പ്രൊമോഷൻ ക്യാമ്പയിൻ സലാല ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്നു. 5 റിയാൽ മുതൽ ആരംഭിക്കുന്ന വ്യത്യസ്ത പാക്കേജുകൾ ലഭ്യമാണ്. നറുക്കെടുപ്പിൽ വിജയികളാകുന്നവർക്ക് സൗജന്യ വിമാന ടിക്കറ്റ് ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങളാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. റിയാദിൽ അൽമദീന ഹൈപ്പർ മാർക്കറ്റിന്റെ 2ാം വാർഷികാഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും. 1 മാസം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെടുന്ന 8 ഉപഭോക്താക്കൾക്ക് മലേഷ്യയിലേക്ക് വിനോദയാത്രയ്ക്കും അവസരമുണ്ട്. 2ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വൻ സമ്മാന പദ്ധതികളാണ് അൽമദീന ഹൈപ്പർ മാർക്കറ്റ് പ്രഖ്യാപിച്ചത്. മലേഷ്യയിലേക്കുള്ള വിനോദസഞ്ചാരമാണ് മെഗാ സമ്മാനം. ഇതിനു പുറമെ നിരവധി ഇൻസ്റ്റന്റ് സമ്മാനങ്ങളും സർപ്രൈസ് ഗിഫ്റ്റുകളും നൽകും. ആഘോഷവേളയിൽ നിരവധി ആനുകൂല്യങ്ങളും ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രോഗ്രാമുകളാണ് അൽമദീന ഹൈപ്പർ മാർക്കറ്റ് റിയാദിലെ പൊതുസമൂഹത്തിനായി കാഴ്ചവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സുപ്രധാനമായതാണ് മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് ഒരുക്കുക എന്നത്. 4 ആഴ്ചകളിലായി തിരഞ്ഞെടുക്കുന്ന 8 പേർക്കാണ് മലേഷ്യൻ ട്രിപ്പ് അൽമദീന ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്. 1 മാസം തുടരുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി ട്രേഡ് ഫെയർ, മെഡിക്കൽ ക്യാമ്പ്, പ്രവാസി സംഘടനകളുമായി സഹകരിച്ച് ഫാമിലികൾക്കായി വീക്കെൻഡ് സെലിബ്രേഷൻ, കുട്ടികൾക്ക് സയൻസ് ആൻഡ് ആർട്ട് എക്സിബിഷൻ, മെമ്മറി ടെസ്റ്റ്, ടാലന്റ് ഹണ്ട്, വിൻഡോസ് പെയിന്റിംഗ് തുടങ്ങി വിവിധ മത്സര പരിപാടികളും ഒരുക്കുന്നുണ്ട്. അൽമദീന ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ ഏപ്രിൽ മാസത്തിൽ ബത്തഹയിൽ പ്രവർത്തനം ആരംഭിക്കും. ഡയറക്ടർമാരായ അഷ്റഫ് പൈൽ, ഷംസീർ തൊണ്ടിയിൽ, മറ്റ് പ്രതിനിധികളായ ഫൈസൽ ബിൻ അഹമ്മദ്, അഷ്റഫുൽ ഷുക്കൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. മീഡിയ 1 റിയാദ്.
പ്രവാസ ലോകത്ത് ടെറസിൽ മാത്രമല്ല ബാൽക്കണിയിലും കൃഷി വിജയിക്കുമെന്ന് തെളിയിച്ച് മലയാളി കുടുംബം. തൃശൂർ ഗുരുവായൂർ സ്വദേശി ബിനീഷ് രാഘവൻ നിഷ ദമ്പതികളാണ് റിയാദിലെ താമസ കേന്ദ്രത്തിലെ ചെറിയ ബാൽക്കണിയിൽ ജൈവകൃഷി നടത്തുന്നത്. 3 മീറ്റർ നീളവും 3/4 മീറ്റർ വീതിയുമുള്ള ബാൽക്കണിയിൽ പച്ചക്കറികൾ നിറഞ്ഞു നിൽക്കുകയാണ്. പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം മത്സ്യ വളർത്തലും സംയോജിപ്പിച്ചുള്ള അക്വപോണിക് സംവിധാനമാണ് ഈ കുടുംബം പരീക്ഷിക്കുന്നത്. മത്സ്യം വളർത്തുന്നതിന് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ചുണ്ടാക്കിയ ചെറിയ ജലസംഭരണി, 4 ഇഞ്ച് സൈസിൽ 3 മീറ്റർ നീളത്തിൽ 2 PVC പൈപ്പുകൾ, അക്വേറിയങ്ങളിൽ ഉപയോഗിക്കുന്ന ചെറിയ മോട്ടോർ, ഇതുപയോഗിച്ചാണ് ബിനീഷിന്റെ കൃഷി. വിത്ത് മുളപ്പിക്കുന്നതിന് മാത്രമാണ് മണ്ണ് ഉപയോഗിക്കുന്നത്. 4 വർഷമായിട്ട് ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളി, മെയിനായിട്ട് തക്കാളിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. തക്കാളി കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ വഴുതനങ്ങ, മുളക്, ക്യാപ്സിക്കം, സ്ട്രോബെറി, പുതിന, പിന്നെ തുളസി നമുക്ക് ചെയ്യാം. തുളസി ഉണ്ട്, എല്ലാം വളരുന്നുണ്ട്. യൂട്യൂബിൽ നിന്നാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടുന്നത്. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് യൂട്യൂബിൽ കൂടെ നോക്കാം. കൃഷിക്കിടയിൽ ചെറിയ തോതിൽ കാട വളർത്തലുമുണ്ട്. വീടിനകത്ത് സ്ഥാപിച്ച അക്വാറിയത്തിലെ അലങ്കാര മത്സ്യങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് പൂക്കൾ വളർത്തുന്നത്. ഓഡിയോ വിഷ്വൽ എഞ്ചിനീയറായ ബിനീഷ് രാഘവൻ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി റിയാദിലെ അൽക്കൊസമ മാനേജ്മെന്റ് കമ്പനിയിൽ ഇവന്റ് പ്രൊഡക്ഷൻ മാനേജറാണ്. നിഷ പ്രവാസി വേദികളിലെ പാട്ടുകാരി. മക്കളായ അശ്വിൻ കൃഷ്ണയും അതുൽ കൃഷ്ണയും ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളാണ്. ഇവരുടെ കൂട്ടായ ശ്രമമാണ് ഇപ്പോൾ വിളവെടുപ്പിന് ഭാഗമായത്. പ്രവാസത്തിന്റെ പരിമിതികൾ മറികടന്നാണ് ബിനീഷും കുടുംബവും ഈ കൊച്ചു ബാൽക്കണിയിൽ കൃഷി നടത്തുന്നത്. റിയാദിൽ നിന്ന് KCM അബ്ദുള്ള, മീഡിയ 1. ഇന്ത്യൻ ദേശീയതയെ ഹിന്ദുത്വവൽക്കരിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ അമർ ചിത്രകഥകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് തനത് സാംസ്കാരിക വേദി ദോഹയിൽ സംഘടിപ്പിച്ച സെമിനാർ അഭിപ്രായപ്പെട്ടു. അമർ ചിത്രകഥയുടെ രാഷ്ട്രീയമെന്ന തലക്കെട്ടിൽ നടന്ന സെമിനാറിൽ വേദി പ്രസിഡന്റ് AM നജീബ് വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. MT നിലമ്പൂർ, പ്രദോഷ്, റിബിൻ, സാന്ദ്ര രാമചന്ദ്രൻ, റഫീഖ് തങ്ങൾ എന്നിവരാണ് സെമിനാറിൽ പങ്കെടുത്തത്. സിറാജുൽ ഹസൻ, അബ്ദുള്ള, MTP റഫീഖ്, ജസീം ചെറാപുരം തുടങ്ങിയവരും സംസാരിച്ചു. സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കിഴക്കൻ മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മതം സമാധാനമാണ് കലാപമല്ല എന്ന ക്യാമ്പയിൻ ഈ മാസം 17-ന് തുടക്കമാവുമെന്ന് സംഘാടകർ അറിയിച്ചു. വെള്ളിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ നിച്ചോഫ് ടൂർ ഡയറക്ടർ MM അക്ബർ മുഖ്യപ്രഭാഷണം നടത്തും. ക്യാമ്പയിന്റെ ഭാഗമായി മുഴുവൻ ഇസ്ലാഹി സെന്ററുകളിലും വാരാന്ത്യ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കും. സൗഹൃദ സംഗമം, വനിതാ സമ്മേളനം, സ്നേഹസംവാദം, ലീഡേഴ്സ് മീറ്റ്, യൂത്ത് മീറ്റ്, ടീൻസ് മീറ്റ് തുടങ്ങി വിവിധ പരിപാടികളും നടക്കും. ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ്, ഹബീബ് റഹ്മാൻ പാലത്തിങ്ങൽ, നൂർ മുഹമ്മദ്, കബീറം, സലഫി, നിയാസ് കോക്കൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ബജറ്റും പ്രവാസികളും എന്ന വിഷയത്തിൽ നവോദയ ജിദ്ദയിൽ സെമിനാർ സംഘടിപ്പിച്ചു. കേരള പ്രവാസി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് MC അബു ഉദ്ഘാടനം ചെയ്തു. VK റവൂഫ് വിഷയം അവതരിപ്പിച്ചു. കരിപ്പൂർ വിമാനത്താവളം തകർക്കാനുള്ള സ്വകാര്യ ലോബികളുടെ ശ്രമങ്ങൾക്കെതിരെ രാഷ്ട്രീയത്തിനതീതമായി പ്രവാസികൾ ഒറ്റക്കെട്ടായി സമരരംഗത്തിറങ്ങണമെന്നും സെമിനാറിൽ അവതരിപ്പിച്ച പ്രമേയത്തിലൂടെ നവോദയ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വിവിധ സംഘടനാ നേതാക്കൾ പങ്കെടുത്തു. ഷിബു തിരുവനന്തപുരം അധ്യക്ഷത വഹിച്ചു. മലർവാടി ദമാം സോൺ സംഘടിപ്പിക്കുന്ന കായിക വിനോദമേളയുടെ ലോഗോ പ്രകാശനം ചെയ്തു. ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിൽ വെച്ച് നടന്ന പരിപാടിയിൽ CBSE അന്തർദേശീയ അത്ലറ്റും ദമാം അൽമുന ഇന്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥിനിയുമായ റിഫ മുസ്തഫ പ്രകാശനം നിർവഹിച്ചു. 1 മുതൽ 7 വരെ ക്ലാസുകളിലെ മലയാളി വിദ്യാർത്ഥികൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുക. കളിക്കൂട്ടം കായിക വിനോദമേള മാർച്ച് 24 വെള്ളിയാഴ്ചയാണ് അരങ്ങേറുക. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ മാർച്ച് 17-ന് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഷാർജയിൽ നിന്ന് ഇൻഡിഗോ എയർലൈൻസ് തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിലേക്ക് പ്രതിദിന സർവീസ് ആരംഭിക്കുന്നു. കൂടുതൽ ഇന്ത്യൻ വിമാന കമ്പനികൾ ഗൾഫ് മേഖലയിൽ സ്വാധീനമുറപ്പിക്കുന്നതോടെ കേരള സെക്ടറിൽ നിരക്കിളവിന് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. കോഴിക്കോടിന് ഈ മാസം 20-നും തിരുവനന്തപുരത്തേക്ക് ഏപ്രിൽ 8-നുമാണ് സർവീസ് ആരംഭിക്കുക. കേരള സെക്ടറിനെ വർദ്ധിച്ച പ്രാധാന്യത്തോടെയാണ് തങ്ങൾ കാണുന്നതെന്ന് ഇൻഡിഗോ ചീഫ് കൊമേഴ്ഷ്യൽ ഓഫീസർ സഞ്ജയ് കുമാർ പറഞ്ഞു. We have an inaugural fare of 249 AED all inclusive, and then on 9th of April we'll be launching our second flight from Sharjah airport to Trivandrum. കോഴിക്കോട് നിന്നുള്ള വിമാനം ഇന്ത്യൻ സമയം രാവിലെ 6:05-ന് പുറപ്പെട്ട് UAE സമയം 8:20-ന് ഷാർജയിൽ എത്തിച്ചേരും. ഷാർജയിൽ നിന്ന് രാവിലെ 9:20-ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം 2:30-ന് കോഴിക്കോടെത്തും. തിരുവനന്തപുരത്ത് നിന്ന് രാത്രി 10:20-ന് പുറപ്പെടുന്ന വിമാനം പുലർച്ചെ 1-നായിരിക്കും ഷാർജയിലെത്തുക. അവിടെ നിന്ന് പുലർച്ചെ 2-ന് പുറപ്പെടുന്ന വിമാനം രാവിലെ തിരുവനന്തപുരത്തെത്തും. 242 മുതൽ 245 ദിർഹം വരെയാണ് വൺ വേ ടിക്കറ്റ് നിരക്ക്. ഇൻഡിഗോയുടെ 6ാമത്തെ രാജ്യാന്തര കേന്ദ്രം കൂടിയാണ് ഷാർജ. നന്നായി യാത്ര ചെയ്യാവുന്ന വിമാനങ്ങളാണ് പുതുതായി സർവീസ് നടത്തുകയെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. മീഡിയ 1 ഷാർജ.
പൂച്ചയെ ജീവനോടെ നായയ്ക്ക് ഭക്ഷണമായി നൽകി വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത 3 പേർ ദുബായിൽ അറസ്റ്റിലായി. ഒരു UAE പൗരനും ഇയാളുടെ 2 ഏഷ്യൻ സഹായികളുമാണ് പിടിയിലായത്. ഈ വീഡിയോയ്ക്കെതിരെ പ്രതിഷേധം വ്യാപകമായിരുന്നു. ദുബായ് പോലീസ് മേധാവി മേജർ ജനറൽ അബ്ദുള്ള ഖലീഫ അൽമറിയുടെ നിർദ്ദേശപ്രകാരമാണ് സൈബർ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഫാമിലെ പ്രാവുകളെ ഭക്ഷിച്ചതിന് പൂച്ചയെ നായകൾക്ക് നൽകി ശിക്ഷിച്ചതാണെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. പൂച്ചയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നതിനാണ് ഇവർക്കെതിരെ കേസ്. ഇവരുടെ ചെയ്തി നിയമവിരുദ്ധവും ഇസ്ലാമിക വിരുദ്ധവുമാണെന്ന് കുറ്റാന്വേഷണ വിഭാഗത്തിലെ മേജർ ജനറൽ ഖലീൽ ഇബ്രാഹിം അൽ മൽസൂരി ചൂണ്ടിക്കാട്ടി. UAE നിയമപ്രകാരം മൃഗങ്ങളെ പീഡിപ്പിക്കുന്നത് 1 വർഷം തടവും 2 ലക്ഷം ദിർഹം പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. മീഡിയ 1 ദുബായ്. ഖത്തറിൽ 2022 ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് കായിക മേഖലയിലെ വികസന പദ്ധതികൾ 2020ഓടെ പൂർത്തീകരിക്കുമെന്ന് സുപ്രീം കമ്മിറ്റി സെക്രട്ടറി ജനറൽ ഹസൻ അലി തവാദി പറഞ്ഞു. ഖലീഫ രാജ്യാന്തര സ്റ്റേഡിയം നിർമ്മാണമായിരിക്കും ആദ്യം പൂർത്തിയാകുക. മറ്റു സ്റ്റേഡിയങ്ങൾ 2018നും 2020നും ഇടയിൽ സജ്ജമാകും. 5 വേദികൾക്കുള്ള ഡിസൈൻ നടപടിക്രമങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 വേദികളുടെ കരാറുകൾ പ്രധാന കരാറുകാർക്ക് നൽകിയിട്ടുണ്ട്. 5 മുതൽ 6 വരെ സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനോടകം ആരംഭിച്ചു. അവശേഷിക്കുന്നവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. BJPയുടെ മുന്നേറ്റം തടയുന്നതിൽ മതേതര പാർട്ടികൾക്ക് ആത്മാർത്ഥതയില്ലെന്നതിന്റെ തെളിവാണ് UP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ മജീദ് ഫൈസി പറഞ്ഞു. ഖത്തർ ഇന്ത്യൻ സോഷ്യൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തിന് ദോഹയിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 15 വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 ഓൾഡ് എയർപോർട്ട് റോഡിലെ ന്യൂറമെഡി ഓഡിറ്റോറിയത്തിൽ വച്ചാണ് സ്വീകരണ പരിപാടി നടക്കുക. പരിപാടിയിൽ സോഷ്യൽ ഫോറം സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. 3 പതിറ്റാണ്ടായി ഗാനാലാപന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗായകൻ കരീം മാവൂരിനെ ജിദ്ദ സമൂഹം ആദരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ മുസാഫിർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജിദ്ദയിലെ വിവിധ രംഗങ്ങളിൽ നിന്നുള്ള പൗരപ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. 34 വർഷത്തോളമായി സൗദി അറേബ്യയിലെയും മറ്റു ഗൾഫ് നാടുകളിലെയും സംഗീതവേദികളിൽ നിറസാന്നിധ്യമാണ് ഗായകൻ കരീം മാവൂർ. പുതുതലമുറയുടെ ആവേശമായ അടിപൊളി ഗാനങ്ങൾ കൊണ്ട് സദസ്സിനെ കയ്യിലെടുക്കുന്നതോടൊപ്പം തന്നെ മെലഡി ഗാനങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച ഗായകനാണ് അദ്ദേഹം. സൗമ്യ പെരുമാറ്റം കൊണ്ടും ഹൃദ്യമായ ആലാപന മികവ് കൊണ്ടും ജനമനസ്സുകളിൽ ഇടം നേടിയ ജിദ്ദയുടെ മൈക്കിൾ ജാക്സൺ എന്ന പേരിൽ അറിയപ്പെടുന്ന പാട്ടുകാരനെ പ്രവാസി ജിദ്ദയുടെ നേതൃത്വത്തിലാണ് ആദരിച്ചത്. വ്യവസായ പ്രമുഖൻ VP മുഹമ്മദ് അലി ജിദ്ദ പ്രവാസികൾക്ക് വേണ്ടി ഉപഹാരം സമർപ്പിച്ചു. പാട്ടുകൂട്ടം, GK സൗണ്ട്സ്, മിന്ന മിന്നിക്കൂട്ടം, ഇശൽ മക്ക, ഒസീമിയ തുടങ്ങിയ ജിദ്ദയിലെയും മക്കയിലെയും കലാസാംസ്കാരിക സംഘടനകളും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ജിദ്ദയിലെ 25ഓളം ഗായകന്മാർ അവതരിപ്പിച്ച ഗാനസന്ധ്യയും പരിപാടിയുടെ മാറ്റുകൂട്ടി. വ്യവസായ പ്രമുഖരും സാമൂഹ്യ സാംസ്കാരിക കലാരംഗങ്ങളിലെ നിരവധി വ്യക്തിത്വങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. മുസ്തഫ തോളൂർ, ബഷീർ തൊട്ടിയൻ, കൊമ്പൻ മൂസ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സാദിഖ് അലി തുവൂർ, മീഡിയ 1 ജിദ്ദ. സാമ്പത്തിക സുരക്ഷ മുൻനിർത്തി പ്രവാസികൾക്കായി ഇന്ത്യൻ സോഷ്യൽ ഫോറം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1 വർഷം നീണ്ടുനിൽക്കുന്ന ഫിറ്റ് ഫോർ ദ ഫ്യൂച്ചർ എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടികൾ നടത്തുക. മാർച്ച് 17 വെള്ളിയാഴ്ച വൈകിട്ട് പ്രോഗ്രാമിന് തുടക്കം കുറിക്കും. ജുബൈൽ മേഖലയിലെ ലേബർ ക്യാമ്പുകളിലും പ്രാദേശിക കൂട്ടായ്മകളിലും ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സമീർ കരുനാഗപ്പള്ളി, കുഞ്ഞിക്കോയ താനൂർ, ഇസ്മായിൽ വയനാട്, സയ്യിദ് ആലപ്പുഴ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഉംറ തീർത്ഥാടകൻ മദീനയിൽ മരിച്ചു. മലപ്പുറം അരീക്കോട് കാവന്നൂർ സ്വദേശി വളരാടൻ അലവിയാണ് മരിച്ചത്. 63 വയസ്സായിരുന്നു. ഉംറ നിർവഹിച്ചതിനു ശേഷം 3 ദിവസം മുമ്പാണ് ഇദ്ദേഹം മദീനയിലെത്തിയത്. താമസിക്കുന്ന ഹോട്ടലിൽ വെച്ചായിരുന്നു മരണം. ഭാര്യ മറിയുമയും കൂടെയുണ്ടായിരുന്നു. മീഖാത്ത് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷം ജന്നത്തുൽ ബഖിയിൽ ഖബറെടുക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. മീഡിയ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.